വെക്കേഷൻ ആകുമ്പോൾ ട്രിപ്പ് പോകണമെന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും വെക്കേഷൻ കഴിയാറായപ്പോഴാണ് അതിനുള്ളൊരു സമയവും സാഹചര്യവും ഒത്തുവന്നത്. ഞങ്ങൾ മൂന്നാറിലേക്കാണ് ട്രിപ്പ് പോയത്. മുൻകൂട്ടി വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാതായിരുന്നു ഞങ്ങളുടെ യാത്ര. പക്ഷേ അത് വലിയൊരു അബദ്ധമായി പോയി. കാരണം ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യാനുള്ളൊരു സ്ഥലം തപ്പി ഞങ്ങളുടെ ഒരുപാട് ടൈം വേസ്റ്റായി. കുട്ടികൾ കൂടി ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു സ്ഥലം വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. കാരണം അവർ എൻജോയ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. അങ്ങനെ ഒരുപാട് തെരച്ചിലിനൊടുവിൽ കൂടാരം എന്ന് പറയുന്ന ഒരു ടെൻറ്റ് സ്റ്റേ ആണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് രാത്രിയായിരുന്നു കേട്ടോ. ഇത് പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാലേ നമുക്ക് അവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അവിടെ റെയിൻ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ റെയിൻ ഡാൻസ് ഏതാണ്ട് കഴിയാറായി. മക്കൾ നേരെ കണ്ടപ്പോൾ തന്നെ ഡാൻസ് കളിക്കാനായിട്ട് പോയി. അവിടെ അല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ക്യാരംസ്, ചെസ്സ്, ക്യാമ്പ് ഫയർ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ടെൻറ്റിൽ പോയി കിടന്നു. പിറ്റേന്ന് രാവിലെ ഒരു 6 മണി ആ ടൈമിലൊക്കെ ഞാൻ എണീച്ചു. പുറത്ത് നല്ല വെട്ടമുണ്ട്. പക്ഷേ ടെൻറ്റിനകത്തോട്ട് നല്ല വെട്ടം കയറുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവരും ഉറക്കമാണ്. മോള് പിന്നെ ഞാൻ എണീച്ചപ്പോൾ എൻ്റെ കൂടെ എണീച്ച് വന്നു. അത് എന്നും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇക്കായും എല്ലാവരും നല്ല ഉറക്കമാണ്. പിന്നെ മൊബൈലിൽ ലൈറ്റ് ഇട്ട് എടുത്തതുകൊണ്ട് വെട്ടം കണ്ടിട്ട് ഓരോരുത്തരൊക്കെ എണീച്ച് വരാൻ തുടങ്ങി. അങ്ങനെ പുറത്ത് നല്ല ശബ്ദം കേൾക്കുകയാണ്. കാറ്റിൻ്റെ ആണോ ഇനി വെള്ളച്ചാട്ടമാണോ എന്നൊന്നും അറിയില്ല. കാര്യം നൈറ്റ് വന്ന് കിടന്നുകൊണ്ട് പുറത്തെ വ്യൂ ഒന്നും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടില്ല. എണീച്ച് ഡോറ് തുറന്നപ്പോൾ തന്നെ പടാന്നും പറഞ്ഞ് വന്ന് ഡോറ് കാറ്റിൻ്റെ ശക്തിയിൽ വന്ന് അടിക്കുകയായിരുന്നു. കാര്യം അമ്മാതിരി കാറ്റായിരുന്നു. ഭയങ്കരമായ കാറ്റും എന്താ പറയുക തണുപ്പും. ഈ കാറ്റടിക്കുന്ന ശബ്ദമാണ് ടെൻറ്റിനകത്ത് കേട്ടുകൊണ്ടിരുന്നത്. ഞാൻ കരുതി ഇനി വല്ല വെള്ളച്ചാട്ടവും പെട്ടെന്ന് ഫോം ചെയ്തതായിരിക്കുമെന്ന്. കാര്യം ഇന്നലെ രാത്രിയിൽ ഇത്രയും വലിയ ശബ്ദമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രാവിലെ വെള്ളച്ചാട്ടമാണെന്നാണ് കരുതിയത്. പക്ഷേ ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് കാറ്റടിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത്. ഭയങ്കരമായ കാറ്റായിരുന്നു. ഭയങ്കരമായ തണുപ്പുമായിരുന്നു. മുമ്പ് മൂന്നാറിൽ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇതൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ ഈ സൈഡ് ഫുള്ള് ഏലത്തിൻ്റെ കൃഷിയാണ്. നമ്മളവിടെ നിന്നപ്പോൾ തന്നെ അവർ വന്ന് വിളവെടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും വീഡിയോയ്ക്കകത്ത് എടുക്കാൻ പറ്റിയില്ല. നല്ല ഭംഗിയാണ്. അതെല്ലാം കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മൾ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുകയാണ്. പക്ഷെ നമ്മളവരുടെ പെർമിഷൻ ഇല്ലാതെ പിച്ച് എടുക്കുകയൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിച്ച് ചെയ്തൊന്നും ഇല്ല. ഇക്കായും മക്കളും ആണെങ്കിൽ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണും. മിക്കുവാണെങ്കിൽ ടെൻറ്റിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല. ടെൻറ്റിനകത്ത് തന്നെ ഇരിക്കുക. തണുക്കുന്നെന്നും പറഞ്ഞ് ടെൻറ്റിനകത്ത് തന്നെ ഇരിക്കുക. നമ്മൾ ഇപ്പോൾ ഇത്രയും തണുപ്പുണ്ടാവും ഒന്നും പ്രതീക്ഷിച്ചില്ല. കാര്യം അതുകൊണ്ട് കുട്ടികൾക്കുള്ള ജാക്കറ്റുകളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ തണുപ്പടിച്ച് തന്നെ ഇപ്പോൾ രണ്ടാൾക്ക് പനിയായിട്ടുണ്ട്. ടെൻറ്റിനകത്തിരുന്ന് മടുത്ത് അവിടെ നിന്ന് ബ്ലാങ്കറ്റും വാരി ചുറ്റിക്കൊണ്ട് മിക്കു പുറത്തോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലാങ്കറ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് തിരിച്ചു കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോൾ ആൾ പയ്യെ പോയി അതൊക്കെ തിരിച്ചു കൊണ്ടുവന്നൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഫ്രഷ് ആവാനായിട്ട് ബാത്റൂം ഏരിയയിലോട്ട് പോയി. അവിടെ എല്ലാവർക്കും കോമൺ ബാത്റൂമാണ്. സെപ്പറേറ്റ് ബാത്റൂമൊന്നുമല്ല, കോമൺ ബാത്റൂമാണ്. ഇത് കണ്ടോ, കുഞ്ഞിന് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കപ്പിനകത്ത് വെള്ളം എടുത്തതാണ്. പക്ഷേ നമ്മൾ ബ്രഷിലൊഴിക്കുമ്പോൾ ബ്രഷിലല്ല വീഴണത്. കാറ്റ് കാരണം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഫ്രഷ് ആയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടാരം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാക്കിംഗ് കൊണ്ട് പുറത്തോട്ട് അവരുടെ തന്നെ ഒരു ഗൈഡ് കാണും. തേയിലത്തോട്ടങ്ങളുടെയും പാറക്കെട്ടുകളുടെയൊക്കെ ഇടയിലൂടെ അരുവിയിലേക്കുള്ള ഒരു യാത്ര. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. സൈനിങ് ഔട്ട് മേരി 7. ബൈ ബൈ.